പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ഇഗ്നോ എക്സാം എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ ഏത് ഡിവൈസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതിൽ ഗൂഗിൾ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അത് ക്രോം ആയിരിക്കട്ടെ, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ്, അതിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇഗ്നോ എക്സാം രജിസ്ട്രേഷൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇഗ്നോ എക്സാം രജിസ്ട്രേഷൻ. ഓക്കെ, പോർട്ടലിലേക്കാണ് ആദ്യം പോവുക. അതിനകത്ത് കയറിയിട്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ, എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ആദ്യം കാണുന്ന സ്മാർട്ട് ഇഗ്നോ എന്നുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡിവൈസിൽ ചെയ്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അവിടെ സേവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിം ഏതാണോ ആ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇനി പല സ്റ്റുഡൻസും ചില പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരായിരിക്കും. ഉദാഹരണത്തിന് ഈ ക്ലാസ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഫസ്റ്റ് ഇയറിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന് അവർ ചെയ്യേണ്ടത്, താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ID കാർഡിൽ എന്താണ് കറക്റ്റ് പേര് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തന്നെ അതേപോലെ തന്നെ എൻറോൾ നമ്പർ എന്താണോ നിങ്ങളുടെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്യാപ്ചയും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ താഴെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ അതിന്റെ ബാക്കി പ്രൊസീജിയറിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ വരും. നമ്മുടെ OTP, ഒരു ഇമെയിലിലേക്ക് ഒരു OTP വരും, കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് 2 മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ വരിക. ഇവിടെ യൂസർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ യൂസർ നെയിം എന്താണോ കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കുക, പാസ്വേഡ് എന്താണോ കൊടുത്തിട്ടുള്ളത് ആ പാസ്വേഡും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ക്യാപ്ച കാണുന്നുണ്ടല്ലോ ഇവിടെ, ഈ ഒരു ക്യാപ്ച താഴെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പല സമയത്ത് ഈ ഒരു ക്യാപ്ച ചിലപ്പം വായിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഈ ക്യാപ്ച ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ക്യാപ്ച മാറുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്യാപ്ച ഏതാണോ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, YQEUS. ഓക്കെ, ഈ ക്യാപ്ച ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോഗിൻ എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിനകത്തേക്ക് വരും. നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടൽ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് അകത്തേക്ക് വരുന്നതാണ്. ഇയർലി രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ നമ്മുടെ എക്സാമുമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ട്രെയിനിങ്, പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ തന്നെ ID കാർഡുകൾ, കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പുതിയ എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ഈ ഒരു അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഇടത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗമാണ് ആദ്യം ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളപ്പോൾ ഓൾറെഡി കാണാൻ സാധിക്കുന്നത്. then ഇവിടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും, നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ MCOM മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നിലവിൽ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ ഏത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാമും കാണാൻ സാധിക്കും. റീ രജിസ്ട്രേഷൻ, ദെൻ സർവീസസ്, ദെൻ താഴത്ത് എക്സാമിനേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, എക്സാമിനേഷൻ. ഞാൻ എക്സാമിനേഷൻ തന്നെ കൊടുക്കുന്ന സമയത്ത് തന്നെ 3 ഓപ്ഷൻ വരുന്നുണ്ട്. ആദ്യം എക്സാം രജിസ്ട്രേഷൻ, അഡീഷണൽ എക്സാം ഫീ, ഹോൾ ടിക്കറ്റ്. ഇങ്ങനെ അഡ്മിറ്റ് ഡൗൺലോഡ് അഥവാ ഈ നമ്മുടെ എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാം സെന്ററിലേക്ക് പോകാനുള്ള ഹോൾ ടിക്കറ്റ് ഇവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഭാഗമാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്ട്രേഷൻ ഒന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സൈറ്റിൽ എക്സാം രജിസ്ട്രേഷൻ അപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ, സമയമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ക്ലിക്ക് ഫോർ എക്സാം ഫോം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഫോമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോം ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഏതാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് കാണാൻ സാധിക്കും. നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെന്ററുകൾ ഏതൊക്കെയുണ്ട്, ഫുൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. ദെൻ ഇവിടെ പ്രീവിയസ് എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയും ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഒരു തവണ എക്സാം രജിസ്ട്രേഷൻ ചെയ്തു, പിന്നെ രണ്ടാമത് മൂന്നാമതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഹിസ്റ്ററികൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം.
ദെൻ ഇവിടെ കുറെ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. 2026 ജൂണിലാണ് എക്സാം എഴുതുക. അപ്പൊ അതിന്റെ അവരുടെ ഓരോ പേപ്പറിന് വരുന്ന കോസ്റ്റുകൾ എന്തിലേക്കാണ് മാറ്റുന്നത്, എക്സാമിന്റെ ടൈം എങ്ങനെയാണ്, ഷെഡ്യൂൾ എങ്ങനെയാണ്, കാര്യങ്ങൾ മൊത്തം ഇതിലെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം താഴെ ഭാഗത്ത് എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്ത് ശരിയിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്നുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ പുതിയൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമ്മുടെ സ്റ്റുഡന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അവരുടെ സ്റ്റഡി സെന്റർ ഏതാണ്, കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നമ്മുടെ റീജിയണൽ സെന്റർ ഏതാണ് അത് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഈ കുട്ടിയുടെ വടകര ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വടകര എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അവർക്ക് അടുത്തതായിട്ട് എക്സാം ഏത് സെന്ററിലാണ് എഴുതേണ്ടത്, എക്സാം സിറ്റി ചോദിക്കുന്നുണ്ട്. ഇതിനണ്ടർ തന്നെ ഏത് സെന്ററിലേക്കാണ് എക്സാം എഴുതേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏതാണോ സെന്റർ വേണ്ടത് ആ ഒരു സെന്റർ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ സുൽത്താൻ ബത്തേരി ഉള്ള സെന്ററാണ് കൊടുക്കുന്നത്. സുൽത്താൻ ബത്തേരി, സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി, അതാണ് ഞാൻ കൊടുക്കുന്നത്. ദെൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള റിസർവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇവിടെ വേറെ എന്തെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അപ്പോൾ ഓൾറെഡി അവിടെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ പ്രൊജക്റ്റ്, അതേപോലെ തന്നെ എന്തൊക്കെയോ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ, ഈ ഒരു ഇയറിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം ഇത് മേ ബി പകുതിൻ്റെയും റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പാസ്സായിരിക്കും. എന്നാലും എന്ത് ചെയ്യും, പാസ്സായി വന്നതിൻ്റെയും പേപ്പറുകളൊക്കെ ഇവിടെ കാണിക്കും. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പാസ്സായത് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പൊ അപ്ലൈ ചെയ്യരുത്. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും വന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഏത് പേപ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പേപ്പർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു പേപ്പറാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മാനേജറിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന MCO2 എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്, 22 എന്നുള്ള ഈ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. ഈ ഭാഗത്ത് തിയറി എന്നുള്ള ഭാഗത്ത് ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ വരും. ടോട്ടൽ എത്രയാണ് എക്സാം ഫീ വരുന്നത്, എക്സാം ഫീ വരുന്നുണ്ട് ഇവിടെ. then അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഫീസ്, അഡീഷണൽ എന്തെങ്കിലും ഫീ ഉണ്ടെങ്കിൽ, അത് ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ ലേറ്റ് ഫീ ഒന്നുമില്ല, ആ കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ദെൻ ഇവിടെ പേയ്മെന്റ് ഗേറ്റ് വേ എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുത്താനുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റുകൾ ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല. എന്തെങ്കിലും എക്സാം സെന്റർ മാറ്റാനോ കോഴ്സ് ആഡ് ചെയ്യാനോ സബ്ജക്റ്റിൽ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. ആൻഡ് ദെൻ ലാസ്റ്റ് പേയ്മെന്റ് ഗേറ്റ് വേ എക്സാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് 200 രൂപ INR പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് കാണുന്ന ക്ലിക്ക് ഹെർ ടു മേക്ക് പേയ്മെന്റ്, ഇത് കൊടുക്കുന്നു. റാസി പേ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ UPI ID വെച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. ഇവിടെ ബാർകോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അത് ജനറേറ്റ് ആയിട്ട് അതിലേക്ക് പോകും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാൻ പറ്റും. നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കൺഫർമിനേഷൻ വരികയും ചെയ്യും. നമ്മുടെ സ്റ്റുഡന്റ് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന്റെ ഒരു PDF നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ വളരെ സിമ്പിളാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്